ഗൈസ്, ഞാൻ എൻ്റെ ഗാർഡനിലേ ഒരു കുഞ്ഞു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. പണ്ട് എൻ്റെ വീട്ടിൽ കുറേ സ്ട്രോബെറി ഉണ്ടായിരുന്നു, ഒരുപാട് കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നശിച്ചു പോയി. ഒരു കസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളുടെ അടുത്ത് നിന്ന് ഒരൊറ്റ തൈ കൊണ്ട് നട്ടിട്ട് ഇത് വളർന്നു വലുതായി. അപ്പോൾ ഇതിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ പൂവൊക്കെ കണ്ടിട്ട് നോക്കിയപ്പോൾ എന്തേ ഒരു കുഞ്ഞു കാ കണ്ടോ, ചെറുത്, വിചാരിക്കുന്ന അത്രയൊന്നുമില്ല, കുഞ്ഞതാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം ഞാൻ അതിൽ കാ പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷമായി. അപ്പം നമുക്കിതങ്ങ് പറിച്ചെടുക്കാം കേട്ടോ. കുഞ്ഞതാണ്, ഇത് കഴിക്കാൻ മാത്രമൊന്നുമില്ല, എന്നാലും ഒരു സന്തോഷം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, മുന്തിരിയാണ്. ഇതിപ്പോൾ 2-3 തവണയായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ച് നടുന്നതാണ്. പക്ഷേ ഇതിപ്പോഴാണൊന്ന് പച്ച പിടിച്ച് കാണുന്നത്. കണ്ടോ, വള്ളി പടർന്നിട്ടുണ്ട്. നമുക്കിതിനി കയറിൽ കെട്ടി കൊടുക്കണം. അപ്പം കണ്ടോ. പിന്നെ ദേ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നിൽപ്പുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം വളർന്ന് കയറി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുന്തിരി ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കയറി വളർന്നു വന്നതാണേ. നമ്മുടെ 10 മണിയാണ്. നല്ല ഭംഗിയില്ലേ ആ റെഡ് കളർ പൂ കാണാൻ വേണ്ടിയിട്ട്. മാരിഗോൾഡ് നിറച്ച് പൂവുണ്ട്. പീസ് ലില്ലിയിൽ ഒരു ചെറിയ പൂവുണ്ടായിട്ടുണ്ട്. നമ്മുടെ മുളകൊക്കെ അത്യാവശ്യം പഴുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങ് പറിച്ചെടുത്തേക്കാം. ഏതായാലും നമ്മൾ ഈ ഒരു വഴി വന്നതല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും മുളകും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.